ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ്. അപ്പോൾ ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു റാൻഡം വേരിയബിളും അതിൻ്റെ പ്രോബബിലിറ്റീസും തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ എക്സ്പെക്റ്റേഷനും അതിൻ്റെ വേരിയൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾ, അതായത് രണ്ട് റാൻഡം വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന ഒരു കേസ് എടുത്താൽ അതിൽ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ സപ്പോസ് നമ്പർ ഓഫ് ഹെഡ്സ് ആണെങ്കിൽ, നമുക്ക് വൈ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ നമുക്ക് എന്തായാലും എടുക്കാം നമ്പർ ഓഫ് ടെയിൽസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു റാൻഡം വേരിയബിൾ അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റാൻഡം വേരിയബിളിന്റെ പ്രോപ്പർട്ടി എന്താണ്. ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാൻഡം വേരിയബിൾസിനെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് റാൻഡം വേരിയബിൾസ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ വാല്യൂ മാത്രമല്ല, ഇപ്പൊ എക്സിന്റെ വാല്യൂവും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വൈയുടെ വാല്യൂവും നമ്മൾ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഈ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഒരുപോലെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ആ പറഞ്ഞിരിക്കുന്ന ഇവന്റുകൾ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത, അതിന്റെ പ്രോബബിലിറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോയിന്റ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ റാൻഡം വേരിയബിൾ, എക്സിന്റെ ആ വാല്യൂയും അതുപോലെ വൈയുടെ വാല്യൂയും അവിടെ ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത എന്താണ്, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരു എക്സ്പെരിമെന്റിൽ രണ്ട് റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എൻ എക്സ്പെരിമെന്റ്. നമുക്കറിയാം, ഒരു എക്സ്പെരിമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ സ്പേസ് ഉണ്ടാവും. ആ സാമ്പിൾ സ്പേസിലാണ് നമ്മൾ റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്തത്. ആ സാമ്പിൾ സ്പേസിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. പക്ഷെ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് സാമ്പിൾ സ്പേസിൽ എലമെന്റ്സ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ദ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പി ഓഫ് എക്സ് വൈ, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് വൈ എന്നാണ്. ഈസ് ഡിഫൈൻഡ് ഫോർ ഈച്ച് പെയർ ഓഫ് എക്സ് കോമ വൈ. എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്നത് എന്താ, സ്മോൾ എക്സ് എന്ന് പറയുന്നത് റാൻഡം വേരിയബിൾ എക്സിന്റെ വാല്യൂസ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ വൈയുടെ വാല്യൂ ആണ്. അപ്പൊ ഒരു ഓർഡേർഡ് പെയറിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ജോയിന്റ് പ്രോബബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. അപ്പൊ അവിടെ ഓരോ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എക്സ് വൈ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇപ്പൊ ഈ എക്സിന്റെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പി ഓഫ് എക്സ് കൊണ്ട് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിളാണ് പി ഓഫ് എക്സ് വൈ. ഓക്കെ, അത് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്, പി ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ, അതും അല്ലെങ്കിൽ എഫ് എക്സ് വൈ ഓഫ് എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, എഫ് എക്സ് വൈ എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ. അതായത് എക്സ് ഈക്വൽ ടു എക്സ് ആവാൻ മാത്രമുള്ളതല്ല, വൈ ഈക്വൽ ടു വൈയും കൂടി ആവാനുള്ള സാധ്യത ഒരുമിച്ചെടുക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഇങ്ങനെ ഓരോ പെയർ ഓഫ് എക്സ് വൈ പോസിബിൾ വാല്യൂസ് നമ്മൾ എടുക്കണം, ഓരോന്നും എടുക്കണം. ഒരു എക്സാമ്പിൾ വരുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നെന്നുള്ളൊരു മീനിങ് മനസ്സിലാവും. ഓക്കെ, ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ രീതിയിൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ആവണമെങ്കിൽ അല്ലെങ്കിൽ പി എം എഫ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെന്താ, ആ എഫ് ഓഫ് എക്സ് വാല്യൂ, ഏത് എക്സ് വാല്യൂ എടുത്താലും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി വാല്യൂ എന്തായിരിക്കണം, ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരിക്കണം, 1 ആയിരിക്കണം. അവിടെ എക്സിന്റെ വാല്യൂ മാത്രമേ വേരി ചെയ്യാനുള്ളൂ. ഇവിടെ എന്താണ്, ഒന്നാമത്തെ കണ്ടീഷൻ സെയിം ആണ്, പി ഓഫ് എക്സ് വൈ മസ്റ്റ് ബി ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ഫോർ എവറി പെയർ ഓഫ് എക്സ് വൈ അല്ലെങ്കിൽ ഫോർ എവറി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ എന്നൊരു രീതിയിൽ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് കോമ വൈ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതാണെന്ത്, പി ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എന്ത് ചെയ്യുക, പി ഓഫ് എക്സ് വൈ. അതായത് എക്സിന്റെ ടോട്ടൽ വാല്യൂസ് എടുക്കണം, വൈയുടെ എല്ലാ വാല്യൂസ് എടുത്ത് അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൊത്തത്തിൽ കൂട്ടി എനിക്ക് എത്ര കിട്ടണം, 1 കിട്ടണം. അവിടെ ടോട്ടൽ പ്രോബബിലിറ്റി ഈക്വൽ ടു 1 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെയാണ്. ഓക്കെ, ദെൻ നമ്മളറിയാം, ഈ പറഞ്ഞ പോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. പി ഓഫ് എക്സ് ആണ് എൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ശരിക്കും എന്താ പറയുന്നത്, പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അത് ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേപോലെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
അതേപോലെ രണ്ട് വേരിയബിൾ വരുമ്പം ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ലെസ് ആർ ഈക്വൽ ടു വൈയുടെ എക്സിൻ്റെ കൂടെ എന്തും ഉണ്ടാവും വൈ ലെസ് ആർ ഈക്വൽ ടു വൈ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ആ ഒരു വേരിയബിളിനെയും കൂടി കൺസിഡർ ചെയ്യുന്നത് മാത്രം. ദ ജോയിൻറ്റ് സി ഡി എഫ് ഓഫ് എക്സ് ആൻഡ് വൈ ബൈ സമ്മിങ് അപ്പ് ദി ജോയിൻറ്റ് പി എം എഫ്. ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ലെസ് ആർ ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ലെസ് ആർ ഈക്വൽ ടു വൈ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു വേരിയബിളും കൂടി കൊടുത്തു എന്ന് മാത്രം. അതായത് സം ചെയ്യുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂസിനെക്കാട്ടും കുറവുള്ള എല്ലാ എക്സ് വാല്യൂ അതിൻ്റെ വൈ കോമ്പിനേഷൻസ്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വൈ എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടും കുറവുള്ള റാൻഡം വേരിയബിൾസിൻ്റെ വാല്യൂസിൻ്റെയും കോമ്പിനേഷൻ, ഈ ടോട്ടൽ കോമ്പിനേഷൻസ് സം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, സി ഡി എഫ് കിട്ടുക. ഓക്കെ, let x and y be two discrete random variable. Let x takes the values x1, x2, etc. xn and y takes the values y1, y2, etc. yn. Then the joint probability mass function നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എക്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, എക്സിൻ്റെ വാല്യൂ ഇവിടെ എഴുതും, അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് വാല്യൂ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ കെയുടെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്നതൊരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്താണ്, ആ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്, ബൈവേരിയൻറ്റിൽ രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂ ഒന്നാകുമ്പം അതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്കും ഉണ്ടാവുമല്ലോ ഒരു വാല്യൂ അല്ലേ. അപ്പോൾ വൈ വാല്യൂ ഒരു 1 ആകുമ്പോൾ അല്ലെങ്കിൽ 2 ആകുമ്പോൾ ഉണ്ടാവുന്ന പ്രോബബിലിറ്റി എന്ന് പറയുമ്പം ടേബിൾ ചെറുങ്ങനെ ഒന്ന് മാറ്റം വരും. ആ ടേബിൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈ വാല്യൂസ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ എക്സ് വാല്യൂസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ കേസിൽ അത് രണ്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. നേരത്തെ എന്തായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ രണ്ട് ടേബിളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടേബിൾ മാത്രമേ നമുക്കുള്ളൂ അല്ലേ, വൈ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി വാല്യൂ പറഞ്ഞില്ല. പക്ഷെ ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് ഒരു വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ എടുക്കുന്നു, അതേപോലെ ഒരു വാല്യൂ ഈ രീതിയിൽ എടുക്കുന്നു. അതിന് എക്സും വൈ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ഒരു വേരിയബിൾ ഒരു സൈഡിൽ, മറ്റേ വേരിയബിൾ മറ്റേ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കുക. ഇനി ഈ പറഞ്ഞ എക്സ് x1 വൈ y1 ആവുന്ന പ്രോബബിലിറ്റി അതാണ് ഇവിടെ ഈ ടേബിൾ വാല്യൂയിൽ എഴുതേണ്ടത്. അതായത് പി ഓഫ് എക്സ് ഈക്വൽ ടു x1 വൈ ഈക്വൽ ടു y1. അതുപോലെ എക്സിൻ്റെ വാല്യൂ, അതായത് റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ, ഇപ്പോൾ ഈ x1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഈ 1 2 3 എന്നൊക്കെ പറയുന്ന വാല്യൂസ് പോലെയാണ്. -1 2 അങ്ങനെയൊക്കെ പറയുന്ന വാല്യൂസ് ആണ് എന്ത്, ഈ x1 x2 എന്നൊക്കെ പറയുന്ന വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന x1ൻ്റെ വാല്യൂ 1, അതുപോലെ y1ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ആ രണ്ടും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ കോളത്തിൽ എഴുതുക. x1 1 y2 ആവുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതുക. അതുപോലെ എക്സിൻ്റെ വാല്യൂ x1 വൈയുടെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതിനാണ് ഈ പറഞ്ഞ റോയിലല്ല എഴുതുക. ഇനി അടുത്ത ഇതിലേക്ക് വരുമ്പോൾ എന്താവും, എക്സിൻ്റെ വാല്യൂ x2 വൈയുടെ വാല്യൂ y1 അത് ഫസ്റ്റത്തെ ഈ പറഞ്ഞ സെല്ലിൽ എഴുതും. അടുത്തത് എക്സിൻ്റെ വാല്യൂ x2 വൈയുടെ വാല്യൂ എന്താ, വൈയുടെ വാല്യൂ y2 ആവുന്നത് ഈ സെല്ലിൽ എഴുതും. അങ്ങനെ ഈ റോയിൽ കംപ്ലീറ്റ് ആയിട്ട് x2 അതുപോലെ വൈയുടെ കോമ്പിനേഷൻസും കംപ്ലീറ്റ് ആയിട്ട് എഴുതും. അതുപോലെ xn എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഇങ്ങനെ എഴുതി വെക്കും. ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മളിതിനൊരു എക്സാമ്പിളിലേക്ക് പോവുകയാണ്. സപ്പോസ് വി ടോസ് എ പെയർ ഓഫ് ഫെയർ ഡൈസ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഡൈ ഈസ് റെഡ് ആൻഡ് അതർ ഈസ് ബ്ലാക്ക്. എന്ത് ചെയ്യുന്നു, ഒരു റെഡ് ഡൈയും ഒരു ബ്ലാക്ക് ഡൈയും ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്യാണ്. ദെൻ നമ്മൾ രണ്ട് റാൻഡം വേരിയബിൾ, ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് റാൻഡം വേരിയബിൾ ഈ ഒരു ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്. ഔട്ട്കം എങ്ങനെ ഉണ്ടാവുക, ഔട്ട്കം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യത്തെ ഇപ്പോൾ ഇത് റെഡ് ആണെങ്കിൽ റെഡിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെ വരാം, 1 to 6 വരെ വരാം. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബ്ലാക്ക് ഡൈയും കൂടി ഞാൻ എന്ത് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇവിടെ ഡ്രോൺ ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് ഓപ്ഷൻ ഉണ്ട്, 1 മുതൽ 6 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് ഡൈ ഒരേ സൈമിൾട്ടേനിയസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ ത്രോൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ റെഡിൽ 1 വരാം, ബ്ലാക്കിൽ 1 വരാം, റെഡിൽ 1 വരാം, ബ്ലാക്കിൽ 2 വരാം, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന 6 into 6 36 കോമ്പിനേഷൻസ് ആണ് നമ്മൾ സാമ്പിൾ സ്പേസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഈ ടോട്ടൽ സാമ്പിൾ സ്പേസിൽ ഞാനൊരു സംഭവം ഡിഫൈൻ ചെയ്യുകയാണ്. എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ദ ഔട്ട്കം ഓൺ ദി റെഡ് ഡൈയിൽ വരുന്ന ഔട്ട്കം എന്ന് വെച്ചാൽ നമ്പറാണ്. 1 to 6 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും വരാം. അതുപോലെ വൈ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഔട്ട്കം ഓൺ ദി ബ്ലാക്ക് ഡൈ ആണ്. അതായത് ബ്ലാക്ക് ഡൈയുടെ മുകളിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്, 1 to 6 തന്നെയാണ്. കാരണം രണ്ടും ഫെയർ ആയിട്ടുള്ള ഡൈസ് ആണ്, കളർ മാത്രം വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഞാൻ രണ്ട് റാൻഡം വേരിയബിൾ ഈ സാമ്പിൾ സ്പേസിനെ ബേസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യുന്നു. What is the probability that x takes on a particular value x and y takes on a particular value y? ഇതാണ് ചോദ്യം, സിമ്പിൾ ആയിട്ട്.
എന്ത് ചെയ്യുന്നു, എക്സ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, വൈ വേറൊരു പെർട്ടിക്കുലർ വാല്യൂ. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സ് ഈക്വൽ ടു 5ഉം അതുപോലെ വൈ ഈക്വൽ ടു 6ഉം ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് വെച്ചാൽ മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഐയിൽ നമ്പർ എന്ത് വരിക, 5 വരിക. അതുപോലെ ബ്ലാക്ക് ഡൈയിൽ നമ്പർ എത്ര വരണം, 6 വരണം. അത് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാവുക, ഈ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ഐയിൽ 5 അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ റെഡ് ഐയിൽ 5 അതുപോലെ എന്ത് ചെയ്യുക, ബ്ലാക്ക് ഡൈയിൽ 6ഉം വരണം. ബ്ലാക്ക് ഡൈയിൽ 6ഉം വരണമെങ്കിൽ അതിനെ ഫേവർ ചെയ്യുന്ന ഒറ്റ കേസല്ലേ ഉള്ളൂ അല്ലേ. 5, 6 എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വന്നാൽ മാത്രമേ ഈ ഇവന്റ് ഹാപ്പൻ ആവുന്നുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് എത്രയായി, 1 ആയി. ടോട്ടൽ എത്രയുണ്ട്, 36. അപ്പോൾ ആ ഒരു ഇവന്റ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, 1 ആണ്. ഇനി ഈ നമ്പർ നിങ്ങൾ വേറെ ഏതെങ്കിലും 2 എന്ന് പറയുന്ന ഒരു നമ്പർ കൺസിഡർ ചെയ്തെന്ന് വിചാരിക്കുക. 2ഉം 6ഉം ആണെങ്കിൽ എന്ത് തന്നെയായിരിക്കും, 1 2 തന്നെയാണ്. അപ്പോൾ ഓരോ ഇവന്റ് വരാനുള്ള സാധ്യത ഇവിടെ എന്താണ്, 1/6 ആണ്. ഇനി ഈ പറഞ്ഞ ടേബിൾ വൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ടേബിൾ വൈസ് നമ്മൾ എങ്ങനെ എഴുതുക ഇത്? ആ ടേബിൾ വൈസ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് എക്സ് വൈ ഫോർ ഈച്ച് പെയർ ഓഫ് എക്സ് വൈ. കാരണം എന്താ, ഓരോ പെയർ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യണം. 1 1 വരാനുള്ള സാധ്യത എത്രയാണ്, 1 2 വരാനുള്ള സാധ്യത എത്രയാണ്, 6 5 വരാനുള്ള സാധ്യത എത്രയാണ്. ഇങ്ങനെ എല്ലാ സാമ്പിൾ സ്പേസിലെ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യും. അതിനുവേണ്ടി ടേബിൾ എങ്ങനെയായിരിക്കും, നിങ്ങൾ ഇത്ര വരെ മനസ്സിലായ കാര്യത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞ് ശ്രമിച്ചു നോക്കുക. എന്തൊക്കെയായിരിക്കും, വൈ വാല്യൂ എന്ന് പറയുന്നതൊക്കെ 1 2 3 4 5 6. അതുപോലെ ഇവിടെ എന്തുണ്ടാവും, 1 2 6 വരെയുള്ള വാല്യൂ. ഇനി എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മൾ ടേബിൾ വരച്ചാൽ ഈ ടേബിൾ ശരിക്കും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക, ഈ സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 1ഉം വരാനുള്ള പ്രോബബിലിറ്റി അതെത്രയാണ്, 1 1 ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. 1 1 ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, 1/36. ഇനി 1ഉം 2ഉം ഹാപ്പൻ ചെയ്യുന്ന ഒറ്റ കേസ് മാത്രമല്ല ഇവിടെയുള്ളൂ. അവിടെ എന്താണ് പ്രോബബിലിറ്റി, 1/36 എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഓരോ വാല്യൂവും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 1/36 ആണ് കിട്ടുക. ഓക്കെ, പി ഓഫ് എക്സ് ഈക്വൽ ടു 1, y equal to 1. Probability of getting 1 in red dye and getting 1 in black dye, that is 1 1. അത് കിട്ടാനുള്ള സാധ്യത 1/36. Probability x equal to 1, y equal to 2. That is probability of getting 1 in red and getting 2 in black, that is 1 2. Again 1/36. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലും ഇവിടെ ആ പറഞ്ഞിരിക്കുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ പെയർ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് എപ്പോഴും എന്താണ്, ന്യൂമറേറ്റർ എപ്പോഴും 1 ആയിരിക്കും, ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും, 36 ആയിരിക്കും. സോ ഫോർ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആൻഡ് വൈ ഈക്വൽ ടു വൈ ഫോർ ഈച്ച് പെയർ എക്സ് വൈ. ഈ പെയർ എക്സ് വൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ സംഭവങ്ങൾ ഏതെടുത്താലും എത്രയാണ്, 1/36 ആണ്. അപ്പോൾ ടേബിൾ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ടേബിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വൈയുടെ വാല്യൂ 1 to 6 വരെയുണ്ട്. ഇതൊരു ടേബിളും കൂടി ഉണ്ടാവും, 6. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, എല്ലാത്തിലും 1/36 എല്ലാത്തിലും വരും. 1/36 ഇവിടെ ഉണ്ടാവും. എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് വാല്യൂ എന്താണ്, 1/36 ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഡെഫിനിഷനിലേക്ക് പോവാം. നമുക്ക് ആ എക്സാമ്പിളിൽ വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറെ കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു വൈ എന്ന് പറഞ്ഞാൽ എന്താ, ബ്ലാക്ക് ഡൈയിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എന്താണ്, ബ്ലാക്ക് ഡൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സംഭവം വരുന്നത്, അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്പറാണ് അല്ലേ. ഇനി സപ്പോസ് ബ്ലാക്ക് ഡൈ മാത്രമേ ഞാൻ ത്രോൺ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടുന്ന പ്രോബബിലിറ്റി എന്തായിരിക്കും, എല്ലാം 1/6 ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് y ഈക്വൽ ടു 1 വരിക, y ഈക്വൽ ടു 1 വരുന്ന സാധ്യതകളാണ് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ രീതിയിൽ 6 കേസായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. y 1 വരുമ്പോൾ x 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഇത് മൊത്തത്തിൽ ഞങ്ങൾക്ക് കൂട്ടി എത്ര കിട്ടുക, 6/36 ആണ് അല്ലേ. 6/36 അതായത് എത്രയാണ്, 1/6 ആണ്. അതേപോലെ ഇത് മൊത്തം കൂട്ടി എനിക്ക് എത്ര കിട്ടുക, 1/6 ആണ്. ഇത് മൊത്തം കൂട്ടി എനിക്ക് എത്ര കിട്ടുക, 1/6. ഇങ്ങനെ ഓരോ കോളവും കംപ്ലീറ്റ് നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക, 1/6 ആണ്. ഓക്കെ, ഇനി ഇതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ആലോചിക്കുക. വൈയുടെ വാല്യൂ 1 വരുമ്പം ഇത് മൊത്തം ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടി, 1/6 കിട്ടി. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്, നമ്മളെ ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ y 1 വരാനുള്ള പ്രോബബിലിറ്റി അല്ലേ ശരിക്കും 1/6. അതാണ് ശരിക്കും എനിക്ക് എന്ത് ചെയ്തത്, ഓവർ എക്സ് ടോട്ടൽ കൂട്ടിയ സമയത്ത് എനിക്ക് കിട്ടിയത്. വൈയെ ഫിക്സ് ചെയ്തു, എക്സ് ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി മൊത്തത്തിൽ ഇങ്ങനെ സം ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയ എന്തായിരുന്നു,
1/6 ആണ്. ഈ 1/6 ശരിക്കും ഞാൻ ആ എക്സ്പെരിമെന്റിൽ ഒരൊറ്റ ഡൈ മാത്രമേ ത്രോൺ ചെയ്യുന്നുള്ളൂ. അവിടെ കിട്ടുന്ന നമ്പറായിട്ട് ആ റാൻഡം വേരിയബിൾ ഞാൻ ഡിഫൈൻ ചെയ്താൽ അത് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഈ പറഞ്ഞ 1/6 എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തിരിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഇവിടെ എക്സ് ഫിക്സ് ചെയ്യുന്നു, വൈയുടെ ഓവറിൽ ഇങ്ങനെ ഞാൻ കൂട്ടി പോവാണ്. അപ്പോഴും നിങ്ങൾക്ക് എന്താ കിട്ടുക? എക്സ് 1 ആവാനുള്ള പ്രോബബിലിറ്റി ടോട്ടൽ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/36, അതായത് 6/36 ആണ് കിട്ടുക. അത് 1/36 ആണ്. അതേപോലെ എക്സ് = 2 ആവാനുള്ള പ്രോബബിലിറ്റി അഗൈൻ 6/36, ദാറ്റ് ഇസ് 1/6. അവിടെയും നമുക്ക് കിട്ടുന്നത് എന്താ? റെഡ് എന്ന് പറയുന്ന റെഡ് ഡൈയിൽ ഈ പറഞ്ഞ റാൻഡം വേരിയബിൾ നമ്പർ ഓൺ ദി ഡൈ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ ആ നമ്പേഴ്സ് വരാനുള്ള സാധ്യത അഗൈൻ എന്ത് തന്നെയാണ്? 1/6 എന്ന് വെച്ചാൽ ഒരു ജോയിന്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ, അല്ലെങ്കിൽ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ സിംഗിൾ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി എഴുതി വെക്കാൻ പറ്റും. ആ എഴുതി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ പ്രോബബിലിറ്റി എന്ന് വിളിക്കുക. അത് മാർജിനൽ എന്ന് വിളിക്കാനുള്ള കാരണം ഒന്നുമില്ല, ഇതൊക്കെ എന്താണ്? ജസ്റ്റ് ഇതിന്റെ 2 മാർജിനലായിട്ടാണ് ഈ സംഭവങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് വിളിക്കുന്ന ഒരു പേര് മാത്രമാണ്. നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷന്റെ PMF എനിക്ക് അറിയാമെങ്കിൽ അതിൽ നിന്ന് ഓരോ സിംഗിൾ ആയിട്ട് വരുന്ന റാൻഡം വേരിയബിളിന്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന സംഭവത്തിനെയാണ് ഞാൻ എന്ത് വിളിക്കുക? മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഇനി പ്രോപ്പർ ഡെഫിനിഷനിലേക്ക് പോകാം. Let x and y be 2 discrete random variable with joint probability mass function p of xy. Then the probability mass function of x alone, x ന്റെ മാത്രം probability mass function എന്ന് വെച്ചാൽ നമ്മൾ മുന്നേ പഠിച്ച കേസായി. അവിടെ 2 വേരിയബിളില്ല, ഒറ്റ വേരിയബിൾ മാത്രം. Which is called the marginal probability mass function of x denoted by px of x അല്ലെങ്കിൽ fx of x അല്ലെങ്കിൽ f1 of x എല്ലാം പഠിച്ചു നോക്കുക. ഓക്കെ, നൊട്ടേഷൻ ഞാൻ മിക്കവാറും പിയിൽ തന്നെയാണ് പറയാം, പക്ഷെ എഫ് വന്നാലും കൺഫ്യൂഷൻ ആവരുത്. px of x എന്ന് പറഞ്ഞാലും fx of x എന്ന് പറഞ്ഞാലും f1 of x എന്ന് പറഞ്ഞാലും മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് x ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, സോ അപ്പോൾ ആ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. എക്സ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തത് എന്തായിരുന്നു? x = 1 കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ ഓരോ വാല്യൂ ഞാൻ എടുത്തിട്ട് സം ചെയ്യാണ്. അത് എക്സ് ഫിക്സ് ചെയ്യുന്നു, വൈ ഇങ്ങനെ കൂട്ടി പോകുന്നു. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്നതിനെ ജനറൽ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോർമുലയാണ് ഇത്. px of x is equal to സിഗ്മ ഓവർ വൈ p of xy. അതായത് ഒരു പെർട്ടിക്കുലർ എക്സിനെ ഫിക്സ് ചെയ്യുക, വൈയുടെ വാല്യൂ എല്ലാം എടുക്കുക, പ്ലസ് അടുത്ത എക്സ് വാല്യൂ ഫിക്സ് ചെയ്യുക, വൈയുടെ എല്ലാ കോമ്പിനേഷനും നമ്മൾ എടുക്കും. ഇങ്ങനെ സം ചെയ്തിട്ട് നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ഈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് വരിക. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. p of x = x, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ ഓവർ y x = x. ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, ഇതെന്ത് ചെയ്യും? അതിൽ കംപ്ലീറ്റ് ആയിട്ട് വേരി ചെയ്യും, മൊത്തം കൂട്ടിയിട്ട് ആ വാല്യൂവിനെയാണ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. ഇനി അതെന്ത് ചെയ്യും? ഇപ്പോൾ എക്സ് ഉദ്ദേശിക്കുന്നത് 1 എന്ന് പറയുന്ന സംഖ്യയാണ്. ഇപ്പോൾ 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ y വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? 1 to 6 വേരി ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? px of 1 കിട്ടും. ഇനി എക്സിന് വരെ 2 കൊടുത്താൽ ഈ പറഞ്ഞ എക്സ് 2 ആക്കുക, y എന്ത് ചെയ്യുക? 1 to 6 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ഓപ്ഷൻ ഇതായിട്ട് കൊടുക്കുക. ആ മൊത്തം കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത് അതിനെയാണ് നമ്മൾ px of 2 എന്ന് വിളിക്കുക. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് വൈയും ഡിഫൈൻ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം? വൈ ചെയ്യുക. ഇവിടെ ഓവർ വൈ സം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യുക? ഓവർ എക്സ് സം ചെയ്യുക. സിമ്പിൾ. ഓക്കെ, similarly the probability mass function of y alone, which is called marginal probability mass function of y, denoted by px അല്ല py of y ആണ്. അത് ശ്രദ്ധിക്കുക, p capital Y of small y. ഓക്കെ, p small y ആണ്. that is equal to sigma over x p of xy for each value of എന്ത് x ആണ് വേരി ചെയ്യുന്നത്. അവിടെ x ടോട്ടൽ ആയിട്ട് വേരി ചെയ്താൽ ഓരോന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടും? y ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ x മാറ്റി കൊടുക്കുക. അപ്പോൾ എനിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി കിട്ടും. അതാണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, അതായത് മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് y. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇവിടെ ഓവർ ഈ പറഞ്ഞ മാർജിനൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ ഫോർ എക്സ് കണ്ടുപിടിക്കാൻ എക്സ് ഫിക്സ് ചെയ്തിട്ട് വൈനും എല്ലാം വേരി ചെയ്യിക്കുക. ഇവിടെ y ഫിക്സ് ചെയ്യുക, എക്സിന് വേരി ചെയ്യിക്കുക. ഓക്കെ, മനസ്സിലാക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. സപ്പോസ് എ കോയിൻ ഈസ് ടോസ്ഡ് 2 times. Let x be the number of heads obtained and y be the number of tails obtained. That is എന്താണ്? x എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ്, y എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടെയിൽസ് ഒബ്റ്റെയിൻഡ് ആണ്. അപ്പോൾ അതിൻ്റെ പോസിബിൾ വാല്യൂസ് എന്തൊക്കെയായിരിക്കും? എക്സിന് എന്തൊക്കെ വാല്യൂ വരാം? 0, 1, 2. 0 ഹെഡ്, 1 ഹെഡ് അല്ലെങ്കിൽ 2 ഹെഡ്.
അതേപോലെ തന്നെയല്ലേ വൈ. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെ വാല്യൂ 0 1 2, വൈയുടെ വാല്യൂ 0 1 2. ഇനി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? രണ്ട് കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ HH HT TH TT, ഇതാണ് സാമ്പിൾ സ്പേസ്. ഇനി ദ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതും? എന്ത് വരും? P of x equal to 0, y equal to 0. ഓരോ കോമ്പിനേഷനായിട്ട് എടുക്കുകയാണ്. ഇപ്പം x 0 ആവാം, അല്ലെങ്കിൽ y 0 ആവാം, പിന്നെ x 0 ആവാം, y 1 ആവാം, പിന്നെ x 0 ആവാം, y 2 ആവാം. 0യും ഇതും വെച്ചിട്ട് 3 കോമ്പിനേഷൻ, 1ഉം ഈ പറഞ്ഞിരിക്കുന്നതും വെച്ചിട്ട് 3 കോമ്പിനേഷൻ, അങ്ങനെ മൊത്തം എത്ര ഉണ്ടാവും? 9 കോമ്പിനേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 9 കോമ്പിനേഷൻ വാല്യൂ നമ്മൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ P of x equal to 0, y equal to 0 എന്ന് പറഞ്ഞാൽ എന്താ? P of getting 0 head ആൻഡ് എന്താ y എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടെയിൽസ് അല്ലേ? അപ്പോൾ 0 ടെയിൽ, 0 ഹെഡും 0 ടെയിലും രണ്ട് കോയിൻ ടോസ് ചെയ്താൽ എന്തായാലും അവിടെ എന്തുണ്ടാവും? ഒരു ഹെഡോ ഒന്നോ അതിൽ കൂടുതൽ ഹെഡ്, അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതൽ ടെയിലോ ഉണ്ടാവും. ഒരു ഹെഡും ഒരു ടെയിലും ഇല്ലാത്തൊരു ഓപ്ഷൻ അവിടെ വരുമോ? ഇല്ല. കാരണം എന്താ? ഹെഡും ഇല്ല ടെയിലും ഇല്ല എന്ന് പറഞ്ഞാൽ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നാണ് മീനിങ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ഓൾറെഡി ഞാൻ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവന്റ് ഇവിടെ ഹാപ്പൻ ആവുമോ? ഇല്ല. ഇതൊരു ഇമ്പോസിബിൾ ഇവന്റ് ആണ്. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എത്രയായിരിക്കും? 0. ദിസ് കേസ് മേ നോട്ട് ഹാപ്പൻ സിൻസ് ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് വൺ ഹെഡ്. ഒന്നിക്കോ ഒരു ഹെഡോ അതിൽ കൂടുതലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടെയിലോ അതിൽ കൂടുതലോ ഉണ്ടാവും. സോ ഈ പ്രോബബിലിറ്റി വാല്യൂ എന്തായിരിക്കും? P of x equal to 0, y equal to 0 is 0. ഓക്കെ, ദെൻ അടുത്തത് P of x equal to 0, y equal to 1. P of getting എന്താണ്? 0 ഹെഡ് ആൻഡ് 1 ടെയിൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. 0 ഹെഡ്, H ഉണ്ടാവാൻ പാടില്ല, ഒരൊറ്റ ടെയിൽ മാത്രമേ ഉണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? ഒരു ടെയിലാണെങ്കിൽ ഇവിടെ എന്തായാലും ഒരു ഹെഡ് വന്നേ പറ്റൂ. ഇത് രണ്ടും ഒരുമിച്ച് ഹാപ്പൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? സാധ്യത ഇല്ലാത്തതിന് ഞാൻ എന്താ വിളിക്കുക? പ്രോബബിലിറ്റി 0 ആണെന്ന് പറയില്ലേ? അല്ലേ? ഇപ്പൊ ഒരു കോയിൻ എടുത്തിട്ട് കോയിന്റെ രണ്ട് ഭാഗവും ഞാൻ എന്ത് ചെയ്യുന്നു? ഹെഡ് തന്നെയാണ് ആക്കുന്നത് വിചാരിക്കാം. രണ്ട് സൈഡും ഹെഡ് ആയിട്ടുള്ള ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്തിട്ട് അവിടെ നിങ്ങളോട് ചോദിക്കുകയാണ് ടെയിൽ വരാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അതുപോലെ ഇപ്പോൾ ഒരു ഡൈ ഞാൻ ത്രോൺ ചെയ്യുകയാണ്. ആ ഡൈ ത്രോൺ ചെയ്യുന്നതിൽ 10 വരാനുള്ള നമ്പർ 10 വരാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മീനിങ് എന്താ? പ്രോബബിലിറ്റി 0 ആണ്. അങ്ങനെ ഒരു ഇവന്റ് അവിടെ ഹാപ്പൻ ചെയ്യില്ല. അതാണ് ഇവിടെയും മീൻ ചെയ്യുന്നത്. ഇതും പോസിബിൾ അല്ല. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെയും വാല്യൂ എത്രയാണ്? 0 ആണ്. ദെൻ P of x equal to 0, y equal to 2 എന്ന് വെച്ചാൽ 0 ഹെഡ് എന്താണ്? 2 ടെയിൽ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സാമ്പിൾ സ്പേസ് നോക്കിയേ. 0 ഹെഡേ ഇല്ല, 2 ടെയിൽ. 2 ടെയിൽ TT ഒന്നുണ്ടല്ലോ. അപ്പോൾ എന്ത് വന്നു? നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്താ? 1. ടോട്ടൽ എത്രയാ? 4. സോ ആ കേസിൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 ടെയിൽസ് ആണ് സിമ്പിളായിട്ട് അത് മീൻ ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ എത്രയാണ്? 1/4. ഇനി ഇതേപോലെ x equal to 1, y equal to 0 എന്താണ്? ഇതേ കേസ് തന്നെയല്ലേ വരിക, തിരിച്ചിട്ടു എന്ന് മാത്രം. അവിടെയും പ്രോബബിലിറ്റി 0 ആണ്. ഇനി x equal to 1, y equal to 1, x1 y1 എന്ന് ആലോചിച്ച് നോക്ക്. x1 y1 വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? ഇതിൽ HH, അതുപോലെ HT TH TT ആണ് അല്ലേ? അപ്പോൾ ഒരു ഹെഡും ഒരു ടെയിലും. ഇവിടെ എന്താണ്? ഒരു ഹെഡ് ഒരു ടെയിൽ. ഇവിടെയും ഒരു ടെയിൽ ഒരു ഹെഡ്. ഇത് രണ്ടും ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അപ്പോൾ എത്രയുണ്ട്? നമ്പർ ഓഫ് ഫേവറബിൾ കേസ് 2 ആണ്. ടോട്ടൽ 4 ആണ്. സോ 2/4. ഇനി പ്രോബബിലിറ്റി x equal to 1, y equal to 2 എന്നാ മീനിങ്? ഒരു ഹെഡും 2 ടെയിലും പോസിബിൾ ആണോ? കാരണം 2 തവണ ആകെ ഞാൻ ടോസ് ചെയ്യുന്നുള്ളൂ. അപ്പം മാക്സിമം പോയാൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ എന്തേ വരൂ? 2 ടെയിലും 0 ഹെഡും വരാം. അതിനപ്പുറത്തേക്ക് എന്തില്ല? പോസിബിലിറ്റി ഇല്ല. അപ്പോൾ അവിടെ ഈ സംഭവം എന്തല്ല? പോസിബിൾ അല്ല. അതുകൊണ്ട് അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. ഇനി ഇവിടെ അടുത്തതെടുക്കുക. x equal to 2, y equal to 0. 2 ഹെഡും 0 ടെയിലും എന്ത് വരാം? HH എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് 1/4. ഇനി x equal to 2, y equal to 1 ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സാധ്യതയില്ല. പിന്നെ 2 ഹെഡും 2 ടെയിലും ഒരു കാരണവശാലും സാധ്യതയില്ല അല്ലേ? കാരണം 4 തവണ ടോസ് ചെയ്താൽ മാത്രമേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉള്ളൂ. ഞാൻ 2 തവണ ടോസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഇവന്റ് ഹാപ്പൻ അല്ല. സോ ഇത്ര വരെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് എല്ലാം നമ്മൾ ഇനി പ്രൊജക്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ എക്സിൻ്റെ വാല്യൂ 0 1 2, വൈയുടെ വാല്യൂ 0 1 2. ഇനി ഇവിടെയുള്ള പ്രോബബിലിറ്റി വാല്യൂ മീൻ ചെയ്യുന്നത് എന്താ? ഈ സംഭവം എന്താ മീൻ ചെയ്യുന്നത്? x0 അതായത് 0 ഹെഡ് y 0 ഹെഡ് ആവാനുള്ള സാധ്യത എന്തായിരുന്നു? ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എത്രയാ? 2 0 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താ? അങ്ങനെ പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. കാരണം അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് അവിടെ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഈ വാല്യൂ 0. ഇനി x0 y1 ആവാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. ഇനി x0 y2 ആവാനുള്ള സാധ്യതയുണ്ട്. 2 ടെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. സോ 1/4. അതുപോലെ x1 y0 ഇതാവില്ല. ഇനി x1 y1 എന്താണ്? 2/4 സാധ്യതയുണ്ട്. അതുപോലെ ഇതും സാധ്യതയില്ല. ഇനി
എക്സ് 2 എണ്ണം വരാം, വൈ 0 വരാം, ഒരു സാധ്യതയുണ്ട് എച്ച് എച്ച് എന്ന് പറയുന്നത്, ബാക്കി 0 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ടേബിൾ ഓർത്ത് വെക്കുക, ശരിക്കും മനസ്സിലാക്കി വെക്കണം. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എഴുതുന്നതും അതുപോലെ ഈ ടേബിൾ വരക്കുന്നതും. സോ ജോയിൻറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ എന്താണ് ഇവിടെ ഈ വരും. ഇനി ഇതിൻ്റെ പി എം എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞല്ലോ. പി എം എഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ടോട്ടൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ 1/4. ഇത് മൊത്തത്തിൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ 2/4. ഇനി ഇത് മൊത്തത്തിൽ സമ്മേറ്റ് ഇവിടെ ചെയ്താൽ എന്ത് വരും? 1/4. ഇതെന്താ സാധനം? പി എക്സ് ഓഫ്, കാരണം അത് ഓവർ വൈ അല്ല ഞാനിപ്പോൾ മൊത്തം കൂട്ടിയത്. അപ്പോൾ അതെന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആവാനുള്ള പ്രോബിലിറ്റി 1/4 അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ഹെഡ് കിട്ടാനുള്ള, അതായത് 0 ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് വെച്ചാൽ 2 ടെയിൽ കിട്ടാനുള്ള സാധ്യതയാണ്. ഓക്കെ, ഇത് പഠിക്കുമ്പം ആ എക്സ്പെരിമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവണം. 2 കോയിൻ ഞാൻ ടോസ് ചെയ്യുന്നു, അവിടെ എക്സ് ഞാൻ ഡിഫൈൻ ചെയ്തത് എന്താ? നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. അതുണ്ടെങ്കിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ പ്രോബബിലിറ്റിനെ പറ്റി പറയാം. 2 എണ്ണം വന്നാൽ കുറച്ചും കൂടി എനിക്ക് റെസ്ട്രിക്ഷൻസ് കൂടും, അപ്പോഴും എനിക്ക് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന 1/4 കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു 1 ആയി എന്ത് ചെയ്യുന്നു? വൈയെ ഓരോന്നായിട്ട് സം ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ ടോട്ടൽ ഇത് മൊത്തം കൂട്ടുക. ഈ സമ്മ് കൂട്ടിക്കഴിഞ്ഞാൽ 2/4, അതുപോലെ ലാസ്റ്റ് എത്തത് കൂട്ടിക്കഴിഞ്ഞാൽ 1/4. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ സാധാ മാർജിൻ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് എന്താണ്? എക്സും അതിൻ്റെ പി എക്സ് ഓഫ് എക്സ് വാല്യൂ എഴുതുക. 0 1 2, 0 കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/4, ഇത് 2/4, ഇതെന്താണ്? 1/4. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മാർജിനൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ജോയിൻ്റ് എന്ന് അതിൻ്റെത് മാത്രം ഞാൻ വേർതിരിച്ചെടുക്കുന്നത് മാത്രം. ഓക്കെ, പി എക്സ് ഓഫ് 0 ഈക്വൽ ടു f1 ഓഫ് 0 ദാറ്റ് ഈസ് സിഗ്മ ഓവർ y വേരീസ് ഫ്രം 0 1 to എന്ത് ചെയ്യുന്നു? എക്സ് ഫിക്സ് ചെയ്യുന്നു 0 y. അപ്പോൾ എന്ത് വരും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 2 എന്താണ്? 1/4. അത് ശരിക്കും എന്ത് തന്നെയാണ്? ഈ റോയിലെ സം വാല്യൂ ആണ്. 0 പ്ലസ് 0 പ്ലസ് 1/4 എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ വരും. ഓക്കെ, അടുത്തത് ഇതേപോലെ എന്ത് ചെയ്യുക? പി എക്സ് ഓഫ് 1. പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്യുക, വൈ വാല്യൂ ഓരോന്ന് മാറ്റുക. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു എന്ത് വരും? 2. ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് 0 പ്ലസ് 2/4 പ്ലസ് 0 എന്താണ്? സെക്കൻഡ് റോൾ ഞാൻ നേരത്തെ സം ചെയ്ത പോലെ സം ചെയ്യുക 2/4. ഇതേപോലെ എനിക്ക് എന്ത് കിട്ടും? പി എക്സ് ഓഫ് 2. ആകെ എക്സിന് 3 വാല്യൂസേ ഉള്ളൂ, 0 1 2. ആ 3 വാല്യൂയിൽ മൂന്നാമത്തേൽ വരുമ്പം എക്സ് 2 വൈ 0 പ്ലസ് എക്സ് 2 ആണ് 2 പ്ലസ് വൈ 1 പ്ലസ് എക്സ് 2 വൈ 2 മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 1/4. ഇത് ഇനി ടേബിൾ വൈസ് എഴുതി കഴിഞ്ഞാൽ ഇത് ശരിക്കും എന്താ? നമ്മൾ ഈ ക്ലാസ്സിന് മുന്നേ പഠിച്ച പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് ശരിക്കും, ഒരു റാൻഡം വേരിയബിൾ മാത്രം തരുന്നതാണെങ്കിൽ. പക്ഷേ ഇവിടെ പി എക്സ് ഓഫ് എക്സ് എന്ന് എഴുതാൻ കാരണം ഇത് നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചത് എന്താ? ജോയിൻറ്റ് പ്രോബബിലിറ്റിന്ന് ഈ രീതിയിൽ സം ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് എന്ത് തന്നെയാണ്? സാധാ നമ്മളൊരു റാൻഡം വേരിയബിൾ മാത്രം എടുക്കുകയാണെങ്കിൽ നമ്മളെ സാധാ പി എം എഫ് തന്നെയാണിത്. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വൈ ചെയ്തൂടെ? വൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പി വൈ ഓഫ് 0 f2 ആണ് ഡിനോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ആണ് വേരി ചെയ്യുന്നത്, അവിടെ വൈ ആണ് എന്ത് ചെയ്യുക? 0 ഫിക്സ് ചെയ്തു. ബാക്കി കോമ്പിനേഷൻ ഓരോന്നായിട്ട് എടുക്കുക. പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 പ്ലസ് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു 2, വൈ ഈക്വൽ ടു 0. ഇത് ഓരോന്നായിട്ട് കൂട്ടുക. ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 1/4. അതുപോലെ നമുക്ക് എന്ത് കിട്ടും? പി വൈ ഓഫ് 1 2/4 കിട്ടും. അതുപോലെ പി വൈ ഓഫ് 2 1/4 കിട്ടും. ഇത് എവിടെ നിന്നാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്? ഈ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ടേബിളിൽ നമ്മൾ കോളം ബേസ് ഇങ്ങനെ കൂട്ടുന്നതാണെങ്കിൽ ഈ വൈക്ക് പകരം എന്ത് ചെയ്യുന്നു? വൈ ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ താഴോട്ടേക്ക് ഇങ്ങനെ കൂട്ടുന്നതാണെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ കൂട്ടി എഴുതുന്നു. വൈ ഫിക്സ് ചെയ്തു, ഓരോ വാല്യൂന് എടുക്കുന്നു. ഇതാണ് എഴുതി. ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യുക? പി വൈ ഓഫ് വൈ എഴുതി വെക്കുക. അതേപോലെ 1 ഫിക്സ് ചെയ്യുന്നു, ബാക്കി ഈ മൊത്തം കൂട്ടിയിട്ട് ഇവിടെ താഴെ എഴുതുക, ഇത് മൊത്തം കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. അത് എഴുതുന്നത് മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മാർജിനൽ ഫംഗ്ഷൻ ഞാനിവിടെ ഡിനോട്ട് ചെയ്തു. വൈയുടെ വാല്യൂ 0 1 2, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/4 2/4 1/4. ഓക്കെ, ഇനി ടോട്ടൽ ഈ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ പറഞ്ഞ സംഭവം കുറച്ചും കൂടി ഒന്ന് മാർജിനിൽ വരുന്ന രീതിയിൽ, അതായത് മാർജിനൽ PDF എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. ഒരൊറ്റ ടേബിളിൽ തന്നെ വേണമെങ്കിൽ എനിക്ക് ഇത് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. എക്സാമിന് ഇത്രയും ഡീറ്റെയിൽ സ്റ്റെപ്സിൻ്റെ ആവശ്യമില്ല, മനസ്സിലായത് അതേപോലെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ പി എം എഫ് ഇവിടെയാണ്, അതുപോലെ ഇതിൻ്റെ പി എം എഫ്
ഇവിടെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾ എന്താണെന്നും കൂടി മനസ്സിലാക്കുക. അതൊരു ഇക്വേഷൻ ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ജോയിൻ PDF, അതായത് f(x)(y)യും നമ്മുടെ എന്ത് ചെയ്യുന്നു, f(x)(x) നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ f(y)(y)യും നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. ഇത് രണ്ടും ഇടുന്ന എനിക്ക് കിട്ടുന്ന ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് ശരിക്കും. ഓക്കെ, ഇത് രണ്ടും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ രണ്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം, ഈ പറഞ്ഞ സംഭവം ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. എപ്പോൾ ഓരോ വാല്യൂ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, x 0 y 1 ആകുമ്പം എനിക്ക് എന്ത് കിട്ടണം, f(x)(0)യും അതുപോലെ f(y)(1)ൻ്റെയും പ്രോഡക്റ്റ് വാല്യൂവിന് തുല്യമാവണം. ഈ പറഞ്ഞിരിക്കുന്ന f(0)(1) എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയേ ഉള്ളൂ. അതായത് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ, p(x) = 0 y = 0 എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. ഇനി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വരിക, x = 0 ആവുന്ന സമയത്തുള്ള വാല്യൂ 1/4 ആണ്, y = 0 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന വാല്യൂ എത്രയാണ്, 1/4 ആണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറിൻ്റെയും പ്രോഡക്റ്റിന് തുല്യമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റൂ. പക്ഷേ ഈ കേസിൽ എന്താ വരിക, ഈ കേസിൽ അത് ഇൻഡിപെൻഡൻ്റ് ആവുമോ, ഇല്ല. കാരണം എന്താ, അതിൻ്റെ പ്രോഡക്റ്റ് വാല്യൂ ഒന്ന് 0 ആണ്, മറ്റേത് 1/16 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞത് ഏതെങ്കിലും ഒന്നിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്ത പരിപാടി ഇതായിരുന്നു. p(0), വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുക്കാം, p(0)(1) എടുക്കാം. ഓക്കെ, കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് p(0)(1) p(0)(1) എന്ന് പറഞ്ഞാൽ x = 0 y = 1 ആവുന്ന പ്രോബബിലിറ്റി എന്ത് തന്നെയാണ്, 0 ആണ്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ കണ്ടീഷൻ മാത്രം എടുക്കുക, p(x) = 0 y = 1. അത് എന്തിന് തുല്യമാണോ നോക്കേണ്ടത്, p(x)(0) എന്ന് വെച്ചാൽ എനിക്ക് എത്രയാണ്, p(x)(0) എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് എന്താ 1/4 ആണ്. അതുപോലെ py(1) എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയാണ്, 2/4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1/4 ആണ്, അതുപോലെ py(1) എന്ന് പറഞ്ഞാൽ 1/4 ആണ്. ഇനി ഇത് രണ്ടും ഞാൻ പ്രോഡക്റ്റ് എടുക്കുകയാണ്. പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്താ വരിക, 1/16. അത് പക്ഷെ എന്തിന് തുല്യമല്ല, p(0)(1) അത് എത്രയായിരുന്നു, 0 ആണ്. അപ്പോൾ ഇതെന്തിന് തുല്യമല്ല, പ്രോഡക്റ്റ് തുല്യമല്ല. സോ ഇത് രണ്ടും എന്തല്ല, ഇൻഡിപെൻഡൻ്റ് അല്ല, എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം, രണ്ട് ഹെഡ് വന്നാൽ പിന്നെ സ്വാഭാവികമായിട്ടും വൈക്ക് കിട്ടാനുള്ള ചാൻസ് എന്തായിരിക്കും, അവിടെ വൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ ഇൻഡിപെൻഡൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് എടുക്കുന്ന വാല്യൂവും വൈ എടുക്കുന്ന വാല്യൂവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ എന്താണ്, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന കേസ് എന്താ, രണ്ട് ഹെഡിൽ ഇപ്പം ഞാൻ x2 ഫിക്സ് ചെയ്താൽ സ്വാഭാവികമായിട്ടും വൈയുടെ വാല്യൂ അവിടെ എന്തായേ പറ്റൂ, പ്രോബബിലിറ്റി കിട്ടണമെങ്കിൽ അവിടെ ഒരു വാല്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് y വാല്യൂ 0 ആയേ പറ്റൂ. അവിടെ മാത്രമേ അവിടെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ തമ്മിൽ എന്തുണ്ട്, ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതല്ലാത്ത രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ജോയിൻ PDF ഓർ PMF രണ്ടും ഒന്ന് തന്നെയാണ്. PMF ഓഫ് x, y ഈസ് ഗിവൺ ബൈ എന്താണ്, f(x)(y) ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി പിടിക്കാം. എന്താണ് f(x)(y)? f(x)(y) is equal to k into x plus 2y, where x equal to 1 2 3 and y equal to 1 2 3. Find k, രണ്ടാമത്തെ മാർജിനൽ PDF of x and y, മൂന്നാമത്തത് p of x less than 3 y greater than or equal to 2, നാലാമത്തത് ഈഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം, ഈ ഭാഗത്തുനിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, f(x)(y) എന്ന് പറഞ്ഞ ജോയിൻ PDF തന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഫോമിലല്ല, പകരം ഒരു അൺനോൺ അവിടെയുണ്ട്. ഏതാ അൺനോൺ, k. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ കണ്ടതാണ്. എവിടെ, ഒരു സിംഗിൾ വേരിയബിൾ ഉണ്ടെങ്കിൽ അത് PMF ആണെന്നും പറഞ്ഞിട്ട് അതിലൊരു k ഉണ്ടെങ്കിൽ ആ kയുടെ വാല്യൂ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യും. സിഗ്മ ടോട്ടൽ, സിഗ്മ എന്ന് പറയുന്നത് എന്താണ്, 1 ആണ്. ഈ ഒരു സാധനം നമുക്ക് അറിയുന്നതാണല്ലോ. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ. അതായത് ഒരു ബൈവേരിയൻ ഡിസ്ട്രിബ്യൂഷൻ ഒരു ജോയിൻ PMF ആവണമെന്നുണ്ടെങ്കിൽ, ആ പറഞ്ഞ f(x)(y) എന്ന് പറയുന്നത് ഒരു ജോയിൻ PMF ആവണമെങ്കിൽ രണ്ട് കണ്ടീഷനാണ്. ഒന്നെന്താ, f(x)(y) മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തത് സിഗ്മ ഓവർ എക്സ് മാത്രമല്ല സിഗ്മ ഓവർ വൈ, രണ്ടും ഒരേ സമയം ഇങ്ങനെ വേരി ചെയ്ത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, 1 കിട്ടണം. ആ കണ്ടീഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. ചില കേസിൽ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ക്വാഡ്രാറ്റിക് വന്നാൽ അവിടെ എന്ത് ചെയ്യുക, കെയുടെ വാല്യൂ
ഈ പറഞ്ഞ പോലെ പ്രോബബിലിറ്റീനെ നോക്കിയിട്ട് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരുന്ന രീതിയിൽ വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആ കെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈയിൽ എക്സും വൈയും ടോട്ടലായിട്ട് വേരി ചെയ്തിട്ട് കൂട്ടുന്ന സമയത്ത് നമുക്ക് 1 കിട്ടണം. ആ കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്. നോക്കാം, അതായത് സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ. അപ്പോൾ ഇങ്ങോട്ട് എഴുതുക, സിൻസ് ദ given f of xy is a PMF only if എന്താണ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സിഗ്മ ഓവർ എക്സ് സിഗ്മ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1. ഡബിൾ സിഗ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തു, വൈയുടെ എല്ലാ വാല്യൂയും, അടുത്തത് എക്സ് ഈക്വൽ ടു രണ്ടാമത്തെ വാല്യൂ കൊടുത്തു, വൈയുടെ എല്ലാ വാല്യൂയും, പിന്നെ എക്സിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂ ഫിക്സ് ചെയ്യുക, ബാക്കി വൈയുടെ വാല്യൂ കംപ്ലീറ്റ് എടുക്കുക, എന്നിട്ട് മൊത്തം കൂട്ടുക. അല്ലെങ്കിൽ തിരിച്ചിട്ടും എന്ത് ചെയ്യുക, വൈ ഫിക്സ് ചെയ്തിട്ട് എക്സ് വെച്ചിട്ട് കൂട്ടിയാലും, എങ്ങനെ കൂട്ടിയാലും നിങ്ങൾക്ക് എന്താണ് ടോട്ടൽ എല്ലാ കോമ്പിനേഷനും വരണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ 1 2 3 ആണ്, വൈയുടെ വാല്യൂ 1 2 3 ആണ്. എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ആണ്, കെ ഇൻറ്റു എക്സ് പ്ലസ് 2y എന്ന് പറയുന്നത്, അത് അവിടെ കൊടുക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി എന്താണ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം എക്സ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്യുക, വൈയുടെ വാല്യൂ 1, അപ്പം x1 y1, അടുത്തത് x1 y2 x1 y3, ആ കോമ്പിനേഷൻ മൊത്തം എടുക്കുക. ദെൻ x ഈക്വൽ ടു 2 y ഈക്വൽ ടു 1 x ഈക്വൽ ടു 2 y ഈക്വൽ ടു 2, ഇങ്ങനെ എല്ലാ കോമ്പിനേഷനും ടോട്ടൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാവും, x ഈക്വൽ ടു 1ന് 3 കോമ്പിനേഷൻ, x ഈക്വൽ ടു 2നും 1 2 3 കോമ്പിനേഷൻ, x ഈക്വൽ ടു 3ക്കും 1 2 3 കോമ്പിനേഷൻ, ടോട്ടൽ 9 കോമ്പിനേഷൻ ഉണ്ടാവും. ഓക്കെ, അതാണ് കെ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് ആണ്, അവിടെ എക്സും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ കെ വേണമെങ്കിൽ നമുക്ക് സിഗ്മക്ക് പുറത്തെടുക്കാം, ബാക്കിയുള്ളത് മൊത്തം കൂട്ടാം. ഓക്കെ, മൊത്തം കൂട്ടുന്ന സമയത്ത് കെ ഇൻറ്റു എങ്ങനെയാണ് കൂട്ടുക, ഇവിടെ എക്സ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ കോമ്പിനേഷൻ എന്താ, പി ഓഫ് എക്സ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് എക്സ് ഈക്വൽ ടു ഒന്നും എഴുതണ്ട, ആദ്യം എക്സും വൈയും ആണെന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമ ഇട്ടിട്ട് ജസ്റ്റ് 1 1 പ്ലസ് പി ഓഫ് 1 2 പ്ലസ് പി ഓഫ് 1 3 പ്ലസ് അടുത്തെന്ത് വരും, പി ഓഫ് 2 1, ഇതേപോലെ കോമ്പിനേഷൻ എടുക്കുക, പ്ലസ് എന്തുണ്ടാവും, പി ഓഫ് 3 1 3 2 3 3, ഇങ്ങനെ എടുക്കുക. ഇനി പി ഓഫ് 1 1 എന്ന് പറഞ്ഞ മീനിങ് എന്താ, എക്സിൻ്റെ സ്ഥാനത്ത് 1 വൈയുടെ സ്ഥാനത്ത് 2, അപ്പോൾ എന്ത് വരും 1 പ്ലസ് 2 ഇൻറ്റു 1, ഇതാണ് നമ്മളിവിടെ എഴുതിയത് 1 പ്ലസ് 2 ഇൻറ്റു 1. അടുത്തത് എന്താ, നമ്മുടെ എക്സ് പ്ലസ് 2y ആണ് നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ, അത് ഓർമ്മിക്കുക. അടുത്തത് പി 1 2 ആണ്, 1 2 ആകുമ്പം എക്സിൻ്റെ സ്ഥാനത്ത് 1 വൈയുടെ സ്ഥാനത്ത് 2, അങ്ങനെ എല്ലാ വാല്യൂ ഇതേപോലെ എന്ത് ചെയ്യുക, എക്സ് 3 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 3 വൈയുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുക 2. ഇനി 3 പി ഓഫ് 3 3 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ സ്ഥാനത്ത് 3 വൈയുടെ സ്ഥാനത്ത് 3, അത് കൊടുക്കുക. ഇങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ, അതിൻ്റെ വാല്യൂ ടോട്ടൽ സം എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും, എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കെ ഇൻറ്റു ഈ സമ്മ് നിങ്ങൾക്ക് കൂട്ടി കിട്ടുന്നത് 54 ആണ്, ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ കെ ഇൻറ്റു 54 ഇസ് ഈക്വൽ ടു 1 വരും, ദാറ്റ് മീൻസ് കെയുടെ വാല്യൂ എത്രയാണ് 1/54. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ PDF എന്താവും, കെയുടെ വാല്യൂ എന്ത് കൊടുക്കുക, 1/54 കൊടുത്താൽ 1/54 ഇൻറ്റു എക്സ് പ്ലസ് 2y, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2y/54. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 2 3 y ഈക്വൽ ടു 1 2 3. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ദി മാർജിനൽ PDF ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും മാർജിനൽ PDF എങ്ങനെയാണ് കണ്ടുപിടിക്കാം, എന്ത് ചെയ്യാം, മാർജിനൽ PDF കാണാൻ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ, സിമ്പിളായിട്ട് ഓരോ വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പി എക്സ് ഓഫ് 1 ആണ്. പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ, സിഗ്മ ഓവർ വൈ ഈക്വൽ ടു 1 2 3 നമ്മുടെ എഫ് ഓഫ് എക്സ് വൈ, അല്ലെങ്കിൽ പി ഓഫ് എക്സ് വൈ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ 1 ഇവിടെ ഞാൻ ഫിക്സ് ചെയ്തു, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, 1 ഫിക്സ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് 1y എന്ന് വെച്ചാൽ എന്തൊക്കെ വരും, എഫ് ഓഫ് 1 1 പ്ലസ് എഫ് ഓഫ് 1 2 പ്ലസ് എഫ് ഓഫ് 1 3. എഫ് ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്, 1 പ്ലസ് 2 ഇൻറ്റു 1/50, ദാറ്റ് ഈസ് 3/54. ഓരോ വാല്യൂ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് നമ്മുടെ പി എക്സ് ഓഫ് 1. ഇനി 2 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, 2 കൊടുക്കുക. 3 ആവുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്, എക്സിൻ്റെ വാല്യൂ ഈ പറഞ്ഞ 1ഉം 2ഉം 3ഉം ആകുമ്പോൾ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി, അതാണ് ഇതിൻ്റെ മാർജിനൽ PMF എന്ന് പറയുന്നത്. അത് ഈ രീതിയിൽ കണ്ടുപിടിക്കുക. സിമിലർലി തന്നെയാണ് നമ്മുടെ വൈ വാല്യൂയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിത് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. എന്ത് വരും, പി എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 1 ഫിക്സ് ചെയ്തു,
വൈ വേരി ചെയ്യിക്കുന്നു കംപ്ലീറ്റ് ആയിട്ട് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 പ്ലസ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 3. ഇത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്സ് ഉള്ളത്. അത് നോട്ടിലും ഇതേ രീതിയിൽ തന്നെ സ്റ്റെപ്സ് ഞാൻ തന്നിട്ടുണ്ടാവും. നിങ്ങളത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സ്, മനസ്സിലായ സ്റ്റെപ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതെന്ത് വരും? ഓരോന്നും 1/54 എന്തായാലും കോൺസ്റ്റൻ്റ് ആണ്, അത് നമുക്ക് മൊത്തത്തിൽ പുറത്തെടുക്കുന്നു. ഓരോ വാല്യൂ 1 എന്ന് പറയുന്നത് 1 + 2 × 1 1 + 2 × 2 1 + 2 × 3 ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 5/80. ഇനി പി എക്സ് ഓഫ് 2 കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എക്സിന് പകരം ഇവിടെ 2 കൊടുത്തിട്ട് അടുത്ത കോമ്പിനേഷൻ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 3 കൊടുത്താൽ അടുത്ത കോമ്പിനേഷൻ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, ഇനി 2 കൊടുക്കുന്ന സമയത്ത് എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2 എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താവും? 2 2 2. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യത്തത് 4, പിന്നെ വീണ്ടും 4, ഇതെന്ത് വരും? ഇത് 8. അത് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാം ഈ പറഞ്ഞ പോലെ സിംപ്ലിഫൈ ചെയ്താൽ 1/8 എന്നുള്ള രീതിയിൽ വരും. സോറി 1/3 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അതുപോലെ പി എക്സ് ഓഫ് 3യും ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 7/18. ഇതാണ് മാർജിനൽ പി എം എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇനി മാർജിനൽ പി എം എഫ് ഓഫ് വൈയിലേക്ക് വരുന്ന സമയത്ത് എന്താവും? ഈ പറഞ്ഞ പോലെ പി വൈ ഓഫ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ വൈ ഫിക്സ് ചെയ്യുക, എക്സിനെ മൊത്തം വേരി ചെയ്യുക. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 2 3 ഓരോ വാല്യൂ നമ്മളങ്ങനെ കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് പി ഓഫ് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു 2 വൈ ഈക്വൽ ടു 1 പി ഓഫ് എക്സ് ഈക്വൽ ടു 3 വൈ ഈക്വൽ ടു 1 ഓരോ വാല്യൂസ് ആയിട്ട് കൂട്ടുന്ന സമയത്ത് 2/9. അതുപോലെ ഇത് ഓരോന്നും ഞാൻ സ്റ്റെപ്പ് വൈസ് ഈ വാല്യൂ എടുക്കുന്നതൊക്കെ കൂട്ടാത്തത് വീഡിയോയുടെ ലെങ്ത് വല്ലാതെ അധികമായി പോകും. അപ്പം അതുകൊണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഇത് കേട്ട് നോക്കുക. കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക, കാരണം ഏതെങ്കിലും സ്റ്റെപ്സ് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഇത് കാരണം ഒരു പ്രോബ്ലത്തിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാരണം വീഡിയോയിൽ എല്ലാ പ്രോബ്ലവും നമുക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോബ്ലത്തിൽ നിന്ന് പരമാവധി കൺസെപ്റ്റുകൾ പഠിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതേപോലെ പി വൈ ഓഫ് 2 കണ്ടുപിടിക്കാം. 2 ഫിക്സ് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂ ഓരോന്നായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1/3 കിട്ടും. ഇത് ചെയ്ത് നോക്കണം. ഈ വാല്യൂ സ്വന്തമായിട്ട് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, പി വൈ ഓഫ് 3 അതേപോലെ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 3 എക്സ് വേരി ചെയ്യിക്കുന്നു, വൈ ഫിക്സ് ചെയ്യുന്നു. ആ പറഞ്ഞിരിക്കുന്ന ഓരോ വാല്യൂസും വൈ 1 ആകുമ്പോൾ എനിക്ക് കിട്ടിയത് 2/9. അപ്പോൾ അത് വൈ ഈക്വൽ ടു 1 ആകുമ്പം പ്രോബിലിറ്റി 2/9. വൈ ഈക്വൽ ടു 2 ആകുമ്പം എനിക്ക് കിട്ടിയ പ്രോബിലിറ്റി വാല്യൂ 1/3. അതവിടെ കൊടുക്കുക 2 ആകുമ്പം. ദെൻ 3 ആവുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 4/9. അതവിടെ കൊടുക്കുക. ഇത്രയും കഴിഞ്ഞാൽ എന്തായി? മാർജിനൽ പി എം എഫ് ആയി. അപ്പോൾ നമ്മൾ 2 പ്രോബ്ലം കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 3 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഈ ടൈപ്പ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത് ചെയ്താൽ മതി? ഇവിടെ ശരിക്കും ഈ പറഞ്ഞ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നോക്കിയിട്ട് അതിൻ്റെ ജോയിൻറ്റ് പ്രോബിലിറ്റി എന്താണോ അതങ്ങനെ നിങ്ങൾ കൂട്ടി പോകാന്നുള്ളതേ ഉള്ളൂ. വളരെ സിമ്പിളായ കാര്യമാണ്. ചെയ്യാൻ കുറേ ഉണ്ടെന്ന് തോന്നുന്നതാണ്, പക്ഷേ ഇത് 2 പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോഴേക്ക് ഏറ്റവും സിമ്പിളായ ഒരു പോർഷനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ആദ്യം എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കുക. അപ്പോൾ എന്തൊക്കെ വരും? എക്സിൻ്റെത് 1 2 3 ആണ് വാല്യൂസ്. അപ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 3 എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ വരാം? 1 2 വരാം. വൈയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. എന്ന് വെച്ചാൽ വൈയുടെ വാല്യൂ എന്തൊക്കെ വരാം? 2ഉം 3ഉം വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കോമ്പിനേഷനിൽ വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ്? അതായത് പ്രോബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 2 വരുന്ന കോമ്പിനേഷൻ, സോറി എക്സ് ഈക്വൽ ടു 1ഉം അല്ലെങ്കിൽ 2. അതുപോലെ വൈയുടെ വാല്യൂ എന്തൊക്കെ വരാം? 2 അല്ലെങ്കിൽ 3. അപ്പോൾ എങ്ങനെയൊക്കെ കോമ്പിനേഷൻ വരാം? പി ഓഫ് 1 2 അല്ലെങ്കിൽ പി ഓഫ് 1 3. എക്സ് 1ഉം വൈ 2ഉം അല്ലെങ്കിൽ എക്സ് 1ഉം വൈ 3ഉം വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 2 അല്ലെങ്കിൽ 2 3. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ചെടുക്കലല്ലേ, അത് മനസ്സിലാക്കുക. എക്സ് ഈക്വൽ ടു 1 2 എന്ന് പറയുന്നൊരു പ്രോബിലിറ്റിക്ക് മീനിങ് ഇല്ല. എക്സ് ഒരു വാല്യൂ, വൈ ഒരു വാല്യൂ, അതാണ് ജോയിൻറ്റ്. ഓക്കെ, അല്ലാതെ എക്സിൻ്റെ മാത്രം വാല്യൂ 2 തവണ എടുക്കുക എന്നുള്ള മീനിങ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ കോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സും ഇതും ആൻഡ് എന്നുള്ള രീതിയിൽ ഒരുമിച്ച് എന്നൊരു മീനിങ് ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് ലെസ് ദാൻ 3 വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ 3 മീൻസ് എക്സ് ഈക്വൽ ടു 1 or 2 ആൻഡ് വൈ ഈക്വൽ ടു 2 or 3. ദാറ്റ് ഈസ് ആ കോമ്പിനേഷൻ. 4 കോമ്പിനേഷൻ ഉണ്ട്. 4 കോമ്പിനേഷൻ മനസ്സിലാക്കുക. ദെൻ അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഇതുപോലെ ഓരോന്നായിട്ട് കൂട്ടുക ആ വാല്യൂസ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ നമുക്കറിയാം 1/54 ഇൻറ്റു എക്സ് പ്ലസ് 2y ആണ്. ആ പറഞ്ഞിരിക്കുന്നതിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഇതിലുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക്
26/54 അല്ലെങ്കിൽ 13/27 എന്ന് എഴുതാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഈ പ്രോബബിലിറ്റി വാല്യൂ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത്, ആ സിംപ്ലിഫിക്കേഷൻ ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഇത്ര വരെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷെ ഇത് കൂട്ടിയിട്ട് എന്തായാലും കൃത്യമായിട്ട് എഴുതി വെക്കണം. പിന്നെ കൂട്ടുന്ന സമയത്ത് ഒരു കാര്യം എപ്പോഴും ലോജിക്കലി ശ്രദ്ധിക്കുക, ഈ റേഷ്യോ ഒരിക്കലും എന്ത് ചെയ്യില്ല, 1-നെക്കാട്ടിയും കൂടില്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ്. ഇൻഡിപെൻഡന്റ് ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് അതിൽ ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതെന്താവില്ല, ഇൻഡിപെൻഡന്റ് ആവില്ല. അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് പറഞ്ഞ പോലെ രണ്ട് വാല്യൂസ് ഞാൻ എടുക്കുകയാണ്. Px(1,1), Pxy(1,1) എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോബബിലിറ്റി ഓഫ് xy at 1,1. അപ്പോൾ x=1 y=1 ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രോബബിലിറ്റി. ഓൾറെഡി നമ്മൾ Pxy ഞാൻ പറഞ്ഞു, Pxy അല്ലെങ്കിൽ P ഒക്കെ എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, അവിടെ നമുക്ക് വന്നിട്ടുണ്ട് 1/54 ഇൻറ്റു x + 2y ആണ്. ഇനി ഇവിടെ ഞാൻ 1ഉം y 1ഉം ആവുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 3/54 ആണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് കിട്ടണമായിരുന്നു, Px(1) ഇൻറ്റു Py(1) ആവണമായിരുന്നു. പക്ഷേ Px(1) എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓൾറെഡി നമ്മൾ മാർജിനൽ PMF നമുക്ക് കിട്ടും. Px(1) എന്ന് പറഞ്ഞാൽ എന്താ, 5/18 ആണ്. അതുപോലെ Py(1) എന്ന് പറഞ്ഞാൽ എന്താ, 2/9 ആണ് അല്ലേ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് നോക്കുക. അപ്പം 5/18 ഇൻറ്റു 2/9 നമുക്ക് എന്താ കിട്ടുക, 5 ഈ സിംപ്ലിഫൈ ചെയ്താൽ ഇത് 9 ആവും. 5/81 അത് 3/54 സെയിം ആണോ, അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് വാല്യൂ അതായത് Pxy(1,1) നോട്ട് ഈക്വൽ ടു Px(1) ഇൻറ്റു Py(1). ദാറ്റ് മീൻസ് ഒരു വാല്യൂ എങ്കിലും ഇത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം ഇത് രണ്ടും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് അല്ല. X and Y ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. കാരണം ഈ പ്രോബ്ലം ഇത്തിരി ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കേട്ട് നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂഷൻ ഉള്ളത് ചോദിക്കുക.